റോളക്സ് ഫോൺ. റോളക്സ് ബ്രാൻഡുമായി കൊളാബറേഷനിൽ വന്നിരിക്കുന്ന റോളക്സ് ഫോൺ. സിനിമയിലെ റോളക്സിന് ഒരു ഗസ്റ്റ് റോൾ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇവിടെയും റോളക്സിന് ഒരു ഗസ്റ്റ് റോൾ ആണ്. ബാക്കി എല്ലാം ഫുൾ ആൻഡ് ഫുള്ള് റിയൽമി തന്നെ. എല്ലാ വിശേഷങ്ങളും പറയാം. അതിനു മുമ്പ് അൺബോക്സിംഗ് ചെറുതായിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടോളൂ. ഞാനിത് ഓൾറെഡി ചെയ്തതാണ്. ഈ കാണുന്ന ബോക്സിൽ കേസും ഡോക്യുമെന്റേഷനും ഒക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതാ ഫോൺ. ഇതാണ് റോളക്സ് ഫോൺ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയത്. റോളക്സ് എന്ന് പേരൊന്നും ഇല്ലാത്ത ഫോണിന് റിയൽമി 12 Pro+. ഞാൻ അതിന്റെ റോളക്സിന്റെ ഡിസൈൻ ആയതുകൊണ്ട് റോളക്സ് ഫോൺ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ബോക്സിൽ 67 വാട്ടിന്റെ ചാർജറും ചാർജിംഗ് കേബിളും ഒക്കെ ഉണ്ട്. സോ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണിലേക്ക് വരാം. എന്തായാലും ഫോൺ കയ്യിൽ കിട്ടിയ ആദ്യത്തെ ഡൗട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് റിയൽമി 11 Pro+ന്റെ കാര്യത്തിൽ നമ്മൾ അറിഞ്ഞൊരു കാര്യമുണ്ട്. പരസ്യപ്പെട്ടിയായിരുന്നു, നിറച്ച് പരസ്യ ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ച് പരസ്യ ആപ്ലിക്കേഷനുകൾ മാത്രമേ ഉള്ളൂ കണ്ടോ. ഒരു 3-4 പരസ്യ ആപ്ലിക്കേഷൻ, പിന്നെ ഹോട്ട് ആപ്പ്, ഹോട്ട് ഗെയിംസ്, പിന്നെ അവരുടെ ആപ്പ് സ്റ്റോർ, ഇങ്ങനെയുള്ള കുറേ ശല്യങ്ങൾ കാണാം. അതായത് കഴിഞ്ഞ റിയൽമി 11 Pro+ന്റെ അത്രയും മോശമല്ല അവസ്ഥ. എന്നാലും ഉള്ളത് കളയാൻ പറ്റുമോ? ഞാനിവിടെ കളയുന്നുണ്ട്. അതുമാത്രമല്ല ഹോട്ട് ആപ്പ് ആൻഡ് ഹോട്ട് ഗെയിംസ് എല്ലാം കളയുന്നുണ്ട്. ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നത് കൂടി ഞാൻ ഡിസേബിൾ ചെയ്യാണ്. മൊത്തം ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ഇപ്പോൾ ആകെ എത്ര ആപ്ലിക്കേഷൻ ഇനി ബാക്കിയുള്ളൂ. സോ തീർച്ചയായിട്ടും ഗുഡ്. ഓൾറെഡി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളതും കളയാൻ പറ്റുന്നതാണ്. പിന്നെ പറ്റാത്തതാണെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പരിഗണിക്കാവുന്ന അവസ്ഥയാണ് ഇതിനുള്ളത്. പിന്നെ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. കൂടുതൽ അങ്ങോട്ട് ഉപയോഗിക്കുന്ന നേരത്തെ എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് കമന്റിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. സോ പിന്നെ നമുക്ക് ഓരോ ഘടകങ്ങളായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഡിസൈൻ ഈ കാണുന്ന പോലെ റോളക്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന പറയുന്നത് ഇതിന്റെ ചുറ്റും ഇരിക്കുന്ന ആ റിംഗ് ഒക്കെ കണ്ടോ. റോളക്സ് വാച്ചുകളുടെ ആ ഒരു പ്രീമിയം ഫീൽ ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ ഫീൽ കിട്ടുന്നുണ്ടോ? എനിക്കൊരു ഫോണിൽ ഇത്തരം ഡിസൈനുകൾ വരുന്നത് വലിയ താല്പര്യമില്ല. പക്ഷെ എന്നാലും മോശമൊന്നും പറയാനില്ല, നന്നായിരിക്കുന്നു തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഈ കാണുന്ന ഈ ഒരു വളയം, ഈ ക്യാമറയ്ക്ക് ചുറ്റും കാണുന്ന ഈ റിങ്ങും നടുവിൽ കാണുന്ന ഈ സ്ട്രിപ്പും ഒക്കെയാണ് റോളക്സുമായിട്ടുള്ള ഇവരുടെ കൊളാബറേഷന്റെ ഫലം. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റോളക്സിന് ഒരു ഗസ്റ്റ് റോൾ ഉണ്ടെന്നതിൽ. ആ ഗസ്റ്റ് റോൾ ഇത്രയേ ഉള്ളൂ. ഡിസൈനിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ സംഭവമാണ് റോളക്സിന്റെ ഡിസൈൻ. ഇതോടെ ഗസ്റ്റ് റോൾ തീർന്നു. ലെതർ ഡിസൈൻ ആണ് റിയർ സൈഡിൽ. ഫ്രണ്ടിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഡുവൽ നാനോ സിം, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. ടോപ്പിൽ സ്പീക്കർ ഗില്ലും സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും കാണാം. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ക്ലീൻ ആണ്. ഇതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. ഡിസൈൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഫോണിന്റെ മേജർ ഹൈലൈറ്റ് ആയിട്ടുള്ള 120X സൂമിന്റെ കാര്യം പറയാം. അതായത് ക്യാമറ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. 30,000 താഴെ 120X സൂം ചെയ്യാവുന്ന ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സാമ്പിൾ കാണാം. ഈ കാണുന്നത് വൈഡ് ആംഗിൾ ഇമേജ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. 1Xലേക്ക് വരുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് കാണുന്നത്. ഡീസൻ്റ് ആണ്. 2Xലേക്ക് വരുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. 3X ഒപ്റ്റിക്കൽ സൂം ആണ്. അതിന്റെ ക്വാളിറ്റി ഈ കാണുന്ന തരത്തിലാണ്. 6X ഇൻ സെൻസർ സൂം ആണ്. അത് ഈ കാണുന്ന തരത്തിലാണ്. നന്നായിരിക്കുന്നു. 10X ഇതാണ് ഈ ഫോണിന്റെ ഒരു നല്ല സൂം റേഞ്ച്. ഇത് കഴിഞ്ഞാലൊക്കെ ക്വാളിറ്റി ലൂസ് ആണ്. 20X നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ 80X കാണാം. 120X ഞാൻ അതിലേക്ക് സൂം ചെയ്യുന്നില്ല. ഇതൊരു സാധാ ഫോട്ടോ മാത്രമാണ്. വേറൊരു ടെസ്റ്റ് ചെയ്യാം. വൈഡ് ആംഗിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു തെങ്ങിലേക്ക് സൂം ചെയ്യാണ്. 1X, 2X, 3X ഒപ്റ്റിക്കൽ സൂം, 6X ഇൻ സെൻസർ, 10X വരെ ശരാശരി കൊള്ളാം. പിന്നെ 30Xലേക്ക് എടുത്തപ്പോൾ തന്നെ ക്വാളിറ്റി പോയി. 120X എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ്. ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാമെന്നല്ലാതെ കാര്യമൊന്നുമില്ല. പൊന്നാരോ താഴെയുള്ള ഫോൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നന്നായും തോന്നുന്നു. ബട്ട് ആഫ്റ്റർ ഓൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള നോർമൽ ക്യാമറ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻ ക്യാമറ ഇമേജുകൾ ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റിലും ഒക്കെ കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ക്യാമറ എന്ന് തന്നെ പറയാം. ഈ ഒരു വില കൺസിഡർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അതേപോലെ തന്നെ സെൽഫി ക്യാമറയുടെ സാമ്പിളുകൾ ഇവിടെ കാണാം. സെൽഫി ക്യാമറ ഇമേജുകളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഫോട്ടോസ് ആണെങ്കിലും പല സമയത്തും ബാക്ക്ഗ്രൗണ്ടിൽ HDR വർക്ക് ചെയ്യുന്നില്ല. നോർമൽ ഫോട്ടോസിൽ പോർട്രേറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നോർമൽ ഫോട്ടോസിൽ പലപ്പോഴും HDR വർക്ക് ചെയ്യുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ബ്ലോൺ ഔട്ടായി കാണുന്നുണ്ട്. സോ മൊത്തത്തിൽ ഈ ഒരു ഫോണിന്റെ ക്യാമറ എന്ന് പറയുന്നത് ഒരു ശരാശരി തന്നെയാണുള്ളൂ. അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയാൻ തോന്നുന്നില്ല. പക്ഷേ അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സും കൂടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്യാമറ 4K നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായി കാണുന്ന തരത്തിൽ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് കൈപിടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, മൈക്കിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒപ്പം തന്നെ വീഡിയോ ക്വാളിറ്റി കൊള്ളാം. പക്ഷേ സ്റ്റെബിലൈസേഷൻ ഇല്ല ഫ്രണ്ട് ക്യാമറയ്ക്ക്. മെയിൻ ക്യാമറയ്ക്ക് സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരുന്നു, ഇതിനില്ല. അപ്പോൾ അതൊരു പോരായ്മയാണ്, മനസ്സിലാക്കി വയ്ക്കാം. സോ അപ്പോൾ ഇതിന്റെ ക്യാമറ സാമ്പിളുകളുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൊത്തത്തിൽ ഈ ഭാഗത്തെ ഹൈപ്പ് എന്ന് പറയുന്നത് 120Xന്റെ സൂമാണ്. ഇനി ഇതിന്റെ പെർഫോമൻസ് Snapdragon 7S Gen 2 എന്ന പ്രോസസ്സറാണ്. എന്ന് വെച്ചാൽ അതൊരു 23-24 റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ നല്ല പ്രോസസ്സർ, വലിയ കുഴപ്പമില്ലെന്ന് പറയാവുന്നതാണ്. പക്ഷേ ഇതിന്റെ വില എനിക്ക് തോന്നുന്നു 30 രൂപ താഴെ വരുമെന്നാണ്. ആ വിലയ്ക്ക് ആ പ്രോസസ്സർ പോരാ. ബട്ട് ഇവർ എനിക്ക് തോന്നുന്നു ഈ 120X സൂമൊക്കെ കൊടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കോസ്റ്റ് കട്ടിങ് എന്ന രീതിയിലായിരിക്കും ഇത് ഇറക്കാൻ പോകുന്നത്. ഇതൊരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് ഹെവി പെർഫോമൻസ് ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിലല്ല. ഞാൻ അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുള്ളൂ. സോ നിങ്ങളൊരു ഹെവി പെർഫോമൻസ് നോക്കുന്ന ആളാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്കുള്ളതല്ല. മനസ്സിലായാലും നിങ്ങൾ ഇത് എടുക്കേണ്ട. കാരണം ഇതിനേക്കാൾ പെർഫോമൻസ് കൂടിയ IQ Neo 7 പോലുള്ള ഫോണുകൾ അവിടെയുണ്ട്. Dimensity 8200 പ്രോസസ്സറൊക്കെ ആയിട്ട്.
ഇത് ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഇതിന്റെ പെർഫോമൻസ് ഡീസന്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം BGM ഒക്കെ സ്മൂത്ത് എക്സ്ട്രീമിൽ ദൈ കാണുന്ന പോലെയൊക്കെ കളിക്കാം. വലിയ അപാകതകളില്ല എന്ന് പറയാം. സോ അപ്പോൾ പെർഫോമൻസ് ഒരു സാധാരണ യൂസിന് ഫോൺ നോക്കുന്നവർക്ക് വേണ്ടുന്ന ഡീസന്റ് പെർഫോമൻസ് ഉണ്ട്. റാം ആൻഡ് സ്റ്റോറേജ് വേരിയന്റുകൾ 8GB റാം 128GB സ്റ്റോറേജ്, 8GB റാം 256GB സ്റ്റോറേജ്, 12GB റാം 256GB സ്റ്റോറേജ്, ഇങ്ങനെ 3 റാം ആൻഡ് സ്റ്റോറേജ് വേരിയന്റിലാണ് വരുന്നത്. ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് 14 ഇത് വരുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 2 വർഷത്തേക്കും സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് 3 വർഷത്തേക്കും ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ അപാകതകളൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം കർവ്ഡ് ഡിസ്പ്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഒരു തരത്തിലുള്ള ഇഷ്യൂ എനിക്ക് തോന്നിയില്ല. വിഷ്വൽ ക്വാളിറ്റിയൊക്കെ വളരെ ഡീസന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. 800 നിസ്സാണ് ഇതിന്റെ നോർമൽ ബ്രൈറ്റ്നസ് വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 950 നിസ്. അതൊക്കെ ആ വിലയ്ക്ക് എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയാവുന്നേ ഉള്ളൂ. കാരണം ഇതിനേക്കാളൊക്കെ മികച്ച ബ്രൈറ്റ്നസ് റെഡ്മി ഫോണുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് 1000 മുകളിൽ നിസ് ഉള്ളത്. പക്ഷേ ഇത് 950 കാണിക്കുന്നുള്ളൂ, കുറവാ. എന്നാലും കാഴ്ചയ്ക്കൊന്നും കുഴപ്പമില്ല. ഞാൻ കണ്ടു നോക്കി ഒരു ഡീസന്റ് ലെവൽ, പക്ഷെ അത് കുറവാണെന്നുള്ളത് അറിഞ്ഞിരുന്നുള്ളൂ. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, ഡോൾബി സപ്പോർട്ട്. സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. കണ്ടോ, വലിയ കുഴപ്പമില്ലാത്ത സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ ആ ഒരു വിലയ്ക്ക് ഡീസന്റ് സൗണ്ട് ക്വാളിറ്റി എന്ന് പറയാം. എക്സലന്റ് എന്നൊന്നും പറയാനില്ല, ഡീസന്റ്. ബാറ്ററി 5000 mAh ആണ്, 67 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജിങ്. ബാറ്ററി ലൈഫൊന്നും ഒരു കുഴപ്പവും കണ്ടില്ല. 1-2 ദിവസമായിട്ടുള്ള കൈ കിട്ടിയിട്ട് പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. ഡീസന്റ് ആയിട്ട് ഒരു ദിവസം നമുക്ക് നിൽക്കും ബാറ്ററി. ഇതിന്റെ തിക്നെസ്സും വെയിറ്റ് ഒക്കെ നോക്കിയാൽ 8.75 mm ആണ് തിക്നെസ്. 196 ഗ്രാം വെയിറ്റ് ഒക്കെ വരുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു സാധാരണ ഫോണിന്റെ വെയിറ്റും സൈസും ഒക്കെ തന്നെ, പ്രശ്നമൊന്നുമില്ല. കാരണം കർവ് ഡിസ്പ്ലേ കൂടി ആയതുകൊണ്ട് ആ ഒരു തിക്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ഓൾറൗണ്ടർ റിയൽമി ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, റിയൽമി ഫാനും കൂടിയാണെങ്കിൽ റിയൽമി 12 Pro Plus നിങ്ങൾക്ക് ഒരു 120X സൂം ഒക്കെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ നിങ്ങൾക്കൊരു നല്ല ഓൾറൗണ്ടർ ഫോൺ ആയിരിക്കും. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ഇത് പോരാ. ഇതിനേക്കാൾ നല്ലതാണ് IQ Neo 7. അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോൺ ഡയമൻസിറ്റി 8200 ഇനി പോട്ടെ, നിങ്ങൾക്ക് പോക്കോ F5 ഓക്കെ ആണെങ്കിൽ അത് 26,000 രൂപയ്ക്ക് തന്നെ കിട്ടും. അതിൽ തന്നെയുണ്ട് Snapdragon 7+ Gen 2. അത് ഇതിനേക്കാൾ നല്ല പ്രോസറാണ്. സോ അപ്പോൾ ഇതിനേക്കാൾ പെർഫോമൻസ് കൂടിയ ഫോണുകൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സൂമിംഗ് നിങ്ങൾക്ക് പ്രയോറിറ്റി തോന്നുമെങ്കിൽ ഇതിലേക്ക് വന്നാൽ കുഴപ്പമില്ല, ഒരു ഓൾറൗണ്ടർ ഡീസൻറ്റ് പെർഫോമൻസ് കിട്ടും, ഒരു നല്ല ഫോണായിരിക്കും. സോ അപ്പോൾ അതാണ് റിയൽമി 12 Pro Plusനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ കാണാൻ ലുക്കുള്ള പുതിയ റിയൽമി ഫോൺ വേണം, അതായത് ഈ റിയൽമി 12 സീരീസിലൊരു ഫോൺ വേണമെന്നാണെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് റിയൽമി 12 Pro ഉണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം വരുന്നുണ്ട്. നാളെ അല്ല, അടുത്ത ദിവസം വരുന്നുണ്ട്. കണ്ടു നോക്കുക. ഒരു പക്ഷേ ഇതിനേക്കാൾ വാല്യൂ ഫോർ മണി അതായിരിക്കും. അതിൽ നിന്ന് 120X സൂമില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഈ ഡിസൈനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും ഇതേ ഡിസൈനാണ്. സോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. സോ അപ്പോൾ അതാണ് റിയൽമി 12 Pro Plusനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.